ഹായ് ഗൈസ്, നമ്മുടെ ബൊഗൻവില്ലക്കൊക്കെ ചെറു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബൊഗൻവില്ലകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് മാത്രമേ ഒരു ചെറിയൊരു ചിന്തയുള്ളൂ, നോർമലൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൂബി റെഡാണ്. എത്രയായിട്ട് ഈ ഫ്ലവർ ഇട്ടിട്ട് തരുമോ, അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ വാങ്ങി നമുക്ക് അനുഭവമല്ലേ. അതിന് ശേഷം ഫ്ലവർ ഇട്ടതൊക്കെ ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് അതിൻ്റെ ഫ്ലവറിങ്ങൊക്കെ. ഇപ്പോൾ ഒരു റെഡ് കളറിലേക്ക് ഏകദേശമൊക്കെ മാറി വരുന്നുണ്ട്. നമ്മൾ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും പൂക്കളൊന്നും ഒറ്റൊന്നും കൊഴിഞ്ഞു പോയിട്ട് തന്നെ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതിന് ശേഷം വിരിഞ്ഞ് ചെടികളിലെ പൂക്കളൊക്കെ അങ്ങ് കൊഴിഞ്ഞ് ഫെയ്ഡായി പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഘട്ടം വരാനും പോയിരുന്നു. ഓരോന്നൊക്കെ നമ്മളെ ചില്ലി ഐസ്ക്രീം പൈനാത്രമായിട്ടില്ല ഫ്ലവർ വിരിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഫ്ലവർ ഏകദേശമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോഴേക്കും അതിൻ്റെ ഫ്ലവറൊക്കെ വീണിട്ടുണ്ട്. അതാണ് റൂബി റെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ തൊടുമ്പോഴത്തിനൊക്കെ റൂബി റെഡിൻ്റെ ഫ്ലവറൊന്നും പോരുന്നില്ല. അതുകൊണ്ടില്ല എത്രത്തോളം ഫ്ലവറാണ് വീണ് സൈഡിലൊക്കെ കിടക്കുന്ന നിറയെ ഫ്ലവർ ഉണ്ടായിട്ടാ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ തൊടുമ്പോഴൊക്കെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി തൊടാതെ അങ്ങ് വെച്ചതായിരുന്നു. ഫസ്റ്റൊക്കെ നമ്മൾ നോർമലിലാണ് തുടങ്ങിയത്. ഇപ്പോൾ ഫുൾ ഹൈബ്രിഡുമൊക്കെയാണ് ചിന്തകൾ മാത്രമേ പോകുന്നുള്ളൂ. നോർമലൊക്കെ തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ കണ്ട ഇതൊന്ന് മാത്രമായിട്ട് നമ്മൾ വലിച്ചെടുത്ത് നോക്കിയതാണ്. അല്ലാതെ ഏതും വലിച്ചപ്പോൾ പൊട്ടിപ്പോന്നാണ്. നമ്മളെ മഹാറാണിയാണ്. അടിപൊളിയായിട്ട് തന്നെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നനക്കണ ടൈമാണ് കേട്ടോ. പക്ഷെ നമ്മൾ നനക്കാനിങ്ങനെ നിൽക്കുന്നതിന് മുമ്പ് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നനക്കാമെന്ന് കരുതിയതാണ്. മഹാറാണിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരാനാവുന്നുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ വേറെ കളറിലേക്ക് ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടി വരും. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഓറഞ്ചാണ്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെറിയ കുഞ്ഞ് തൈ വാങ്ങിയതിൻ്റെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. ഇതിലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ പണി കിട്ടുക എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഫ്ലവർ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ട് ഒരാൾ. നമുക്ക് പണി കിട്ടിയതാണ്, ചോക്ലേറ്റ് പറഞ്ഞ് കിട്ടിയതാണ്. പക്ഷെ നമ്മൾ അവരോട് വേറെ ചോദിച്ചപ്പോൾ തരണമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ അടർണയാണ്. അടർണ ഫ്ലവർ അങ്ങ് വിരിയുന്നേ ഉള്ളൂ. മുട്ടുകൾ ഒന്നൊന്ന് പൊന്തി വരുന്നേ ഉള്ളൂ കേട്ടോ. ഓരോന്ന് പൊന്തി വരുമ്പോൾ ഓരോന്ന് പോകുമെന്ന് പറയും പോലെ നമ്മളെ ചില്ലി യെല്ലോയാണ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലവർ വിരിയുമ്പോഴാണ് എന്താണെന്നൊക്കെ അറിയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ അടർണയിൽ അത്യാവശ്യം നല്ല ഫ്ലവറിങ് മുട്ടുകളുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഗോൾഡൻ സൺഷൈൻ. ഇതും അത്യാവശ്യം നല്ല ലാസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ പൂക്കൾ ഇതിൽ വലിയ പൂക്കളുമാണ്. ആദ്യം ഒരു യെല്ലോ കളറായിരുന്നു, ഇപ്പോൾ ഒരു പിങ്കും വൈറ്റും മാറിയിട്ടുണ്ട്. ഇത് സൂഫിയ ഇന്ത്യാനാണ്. അതന്നല്ലേ, സൂഫിയ ഇന്ത്യാനയാണ്. സൂഫിയ ഇന്ത്യാനൊക്കെ ഫസ്റ്റ് വിരിഞ്ഞ കളർ വൈറ്റാണ്. പിന്നെ ചെറിയ കളറായിട്ട് മാറ്റം വരുന്നേ ഉള്ളൂ. ഈ പിന്നെ വരുന്നത് ഫസ്റ്റ് വിരിഞ്ഞത് മാത്രമാണ് വൈറ്റ്. പിന്നെ വിരിഞ്ഞതാണ് കളറിങ്ങനെ സൂഫിയ ഇന്ത്യാനയുടെ വരുന്ന കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കൈ കിട്ടിയെന്ന് ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അയച്ചിന്ന് ഫ്ലവർ വിരിയുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ നല്ല മുട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് വിരിഞ്ഞാണ്. വൈറ്റ് കാണാനൊക്കെ 3 വൈറ്റാണ് ഫസ്റ്റ് വിരിഞ്ഞത്. നമ്മൾ ചില്ലി റെഡാണ്. ചില്ലി റെഡ് ഇത് നമ്മുടെ കയാട്ടാണ്. നമ്മൾ കുഞ്ഞ് പ്ലാന്റ് വാങ്ങിയത്. ഇതിനും ചെറിയൊരു ഫ്ലവറിങ് വരുന്നുണ്ട്. മാറോ ഇല്ലയെന്ന് എന്താണെന്നറിയില്ല. നമ്മൾ മൊണാലിസ യെല്ലോ ആണ്. യെല്ലോ ഉണ്ട്, യെല്ലോ ഫ്ലവർ ഒരു തളിർപ്പൊക്കെ യെല്ലോ കളറായിട്ട് വരുന്നുണ്ട്. നമ്മളെ തിന്മ ഡോക്ടർ റാവു റെഡ്. ഇതൊക്കെ നമ്മൾ കട്ടിങ്സ് നട്ട് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ തിരക്കിടില്ല. ഇത് നമ്മൾ ഗ്രാഫ്റ്റഡാണ്. നമുക്ക് വാങ്ങി വന്നൊരു മനസ്സ് ഒട്ടും തൃപ്തികരമല്ലാത്തൊരു ചെടിയായിരുന്നു. അപ്പോൾ നല്ല സ്റ്റണ്ടാണ്. അത്രയും ബുഷിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡിൽ പൂക്കൾ നല്ല തളിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഉമ്മ പറയണേ ഇത് നമ്മളെ റൂബി റെഡ് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു ഫ്ലവറാണിത് വരുന്നത് എന്നൊക്കെ. റെഡ് കളർ തൂമ്പൊന്നും തൊടാൻ പറ്റില്ല. കാരണം അത്രക്ക് നൈസായിട്ടുള്ളതാണ് വന്നിരിക്കണൊക്കെ. മുട്ടുകളും അതുപോലെ നല്ല ഉണ്ട് കേട്ടോ. ഇനി വരുമ്പോൾ സെറ്റായി. കാരണം നന്നായിട്ട് ഇനി നമുക്ക് ഇതൊക്കെ ഹാങ്ങിങ് മോഡലായി നല്ല ഹൈറ്റുള്ള സൈഡൊക്കെ എവിടേക്കെങ്കിലും വെച്ചിട്ട് ഹാങ് ആക്കിയിട്ട് ഫ്ലവർ ഇടിപ്പിച്ചേട്ടത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് വാങ്ങിയ ഹവായി വൈറ്റ്.
കിട്ടിയപ്പോൾ വലിയ മനസ്സിക്ക് തൃപ്തികരമല്ലായിരുന്നു, പക്ഷേ ഫ്ലവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത തളിർപ്പും സൈഡൊന്നായിട്ട് നല്ല തളിർപ്പ് വന്ന് ബുഷിയായി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എല്ലാ പൂക്കളും നല്ല തിരക്കേടില്ലാതെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൂമ്പൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് നുള്ളി കൊടുക്കണം കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യലുണ്ട്, ഇപ്പോൾ കുറച്ചായി ചെയ്തിട്ട്. എന്താ വെച്ചാൽ പൂക്കളുണ്ടാകുമ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും, എന്നാലും നല്ല കട്ട് ചെയ്തിങ്ങനെ കൊടുത്താൽ നമ്മൾ വേഗം ബുഷിയായിട്ട് വരും. സൈഡിൽ നിന്നൊക്കെ തളിർപ്പ് വരും, അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടങ്ങ് പോകുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെയൊക്കെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് കട്ടിങ് ചെയ്യലുണ്ട്. നമ്മളിപ്പോൾ കുറച്ചായിട്ടാണ്ട് വൈകിയിട്ടുണ്ട്, നമ്മൾ ചെയ്യാൻ മറന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ തൂമ്പ എടുക്കുന്നുള്ളൂ, കാരണം അതിന് മാത്രം വലിപ്പമൊന്നുമില്ല നമ്മുടെ ചെടി. വലിയ ചെടിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ധൈര്യത്തിൽ ഒന്നായിട്ട് കട്ട് ചെയ്ത് വിടാം. അതൊക്കെ ഇപ്പോൾ പിടിച്ചങ്ങ് വന്ന് തളിർപ്പ് വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ചെറിയ തൂമ്പുകളാക്കി എടുക്കുന്നത്. ഉണ്ടില്ലേ, ഇത് പിന്നെ കുഴപ്പമില്ലാത്ത ചെടി ആയതുകൊണ്ട് കുറച്ചും കൂടിയാണ് ഇറക്കത്തിലെടുത്തിട്ടുണ്ട്. അത് ചെടീൻ്റെ ചുവട്ടിൽ തന്നെ കിടന്നു, അതും ചെറിയ തളിർപ്പലായതുകൊണ്ട് അതിൽ തന്നെ ചീഞ്ഞ് പോകും. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ചെടി ആയിട്ടുണ്ട്, നമ്മുടെ സക്കൂറ ബെല്ലാക്ക. സക്കൂറ അടിപൊളിയാണിത്. പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ, അത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്നാണ് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളിൽ കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചിന് അടർന്ന മഹാറാണിയാണല്ലോ നമ്മളെ ഫസ്റ്റ് വാങ്ങിയത്, അതിനാണ് കുറച്ച് വാല്യൂ ഉള്ളതെന്ന്. പക്ഷെ നമ്മളെ വീട്ടുകാർക്ക് എല്ലാം കാണിച്ചു കൊടുക്കൊണ്ടും എല്ലാം ഒരുപോലെ ഉണ്ട് തോന്നാറ്. നമ്മളൊക്കെ വലിയ അതിർപ്പത്തിൽ ഓരോ പേരുകൾ പറയുമ്പോൾ എന്ത് പോൽക്ക് സക്കൂറാന്നോ ഇതൊക്കെ എത്ത പേര് എന്നൊക്കെ ചിലവിൽ ചോദിച്ചില്ല. പിന്നെ ഇതിനോട് ഇഷ്ടമുള്ള നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ഒരു മാത്രമാണ് കേട്ടോ എല്ലാത്തിൻ്റെ കട്ടിങ്സ് വേണം കേട്ടോ എന്നൊക്കെ നമ്മളോട് പറയല്, കാരണം അതിൻ്റെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ്. അല്ലാത്തവരൊക്കെ എന്താ ഇതോ അല്ലോ ഒന്നെന്നല്ലേ എന്നാണ് പറയല്. സക്കൂറ ബെല്ലാക്കൻ്റെ ഹവായി വൈറ്റിൻ്റെ കലണ്ട് ഇതൊക്കെ രണ്ടും ഒന്നെന്നല്ലേ എന്നാണ് പറയുന്നത്. രണ്ടിൻ്റെ വിലൻ്റെ എന്തൊരു ഡിഫറെൻ്റ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു ലൈറ്റ് പിങ്ക് ആയിട്ടാണ് വരുന്നത്. അത്ര ഒരു ലൈറ്റ് പിങ്ക് മാത്രം. നമ്മുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്, അയാളൊരു ബ്യൂട്ടി ആയിട്ട് തന്നെ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞു ചട്ടികളാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ഇനിയൊക്കെ ഒന്നിങ്ങനെ സെറ്റാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ മണ്ണിനും കുറച്ച് ക്ഷാമമുണ്ട്. വെയിലിഷ്ടം പോണുണ്ട്. എല്ലാ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ഒരാൾക്ക് തന്നെ കിട്ടില്ല എന്ന് പറയുമ്പോലെ ചെടിക്ക് നല്ല ആവശ്യമുള്ള വെയിൽ ഇവിടെ ഉണ്ട്, പക്ഷെ മണ്ണ് ഇവിടെ മര്യാദക്കുള്ള മണ്ണില്ല. ഈ വേനൽക്കാലത്ത് കുറച്ചൊക്കെ കിട്ടും, മഴക്കാലമായ തീരെയും കിട്ടില്ല. മണ്ണൊക്കെ ഒന്നുകൊണ്ട് ഒട്ടി പിടിക്കും. പിന്നെ നമ്മുടെ ആദ്യത്തെ വീട് നിന്ന് അവിടെ നല്ല ഉണ്ട് കേട്ടോ, നല്ല മണ്ണുള്ള സ്ഥലമാണ്. നമുക്ക് തൽക്കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്തായാലും കൊണ്ടുവരണമെന്ന് കരുതുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ റൂബി റെഡ്? അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ല എൻ്റെ പൂക്കളിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്ത പൂവാണ് ഇപ്പോൾ റൂബി റെഡ്. ഇപ്പം നാടൻ വെറൈറ്റികളൊക്കെ അങ്ങ് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യ്. കമൻ്റ് ഇടേണ്ടതൊക്കെ നമ്മളെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റം വരുത്തൊക്കെ ചെയ്യാം. നിങ്ങൾ കമൻ്റ് ഇടുക. ജസ്റ്റ് നമ്മളിങ്ങനെ ആദ്യമൊക്കെ റിപ്പീറ്റ് അടിക്കലിൻ്റെ ഒരു പരിപാടി നമുക്ക് ആദ്യമുള്ളൊരു ശീലമാണ്. ഇപ്പോഴും കുറേയൊക്കെ ഒഴിവാക്കലില്ല. നമ്മളൊരു ജസ്റ്റ് ഒരാളിങ്ങനെ നമുക്ക് കമൻ്റ് ചെയ്യില്ല റിപ്പീറ്റ് ഉണ്ടെന്ന്. കഴിയണതും നമ്മളത് ശ്രദ്ധിക്കാറുണ്ട്. ഇത് നമ്മൾ വൈറ്റ് നമ്മളെ കയ്യിൽ കുറവായിരുന്നു, നമ്മൾ സെപ്പറേറ്റ് ചട്ടിയിലുള്ള അത് പറിച്ച് മാറ്റി നല്ല തണൽ നല്ല പോട്ടിങ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ മാറ്റി നട്ടപ്പം നല്ല ഹെൽത്തി ആയിട്ട് നല്ല പച്ചപ്പുള്ള ചെടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തിരക്കടില്ലാതെ പോകുന്നുണ്ട്. ഇപ്പം നാടൻ വെറൈറ്റികളോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതായി പോകുന്നുണ്ട്. ഇനി ഇതിലൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള പ്ലാൻ ഉണ്ട്. കണ്ടില്ലേ, തിരക്കേടില്ലാത്ത കൊലത്തിൽ വന്നിട്ടുണ്ട് ചെടികളൊക്കെ. എല്ലാം പൂക്കളിട്ട് കാണുമ്പോൾ എല്ലാം നാടൻ വെറൈറ്റി എന്നൊന്നുമില്ല, എല്ലാതും കാണാൻ ഭംഗിയാണ്. നമ്മൾ ഫസ്റ്റ് നാടൻ വെറൈറ്റിയിലാണ് പിടിച്ചിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് ടൈം നട്ടാം. അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല വിജയം കണ്ട ഒരു ചെടിയാണ്. ഏതായിരുന്നു മറന്നു പേര്, അടർന്നാണ് കട്ടിങ്സ് ആണത്. ഇതാണ് ബഞ്ചായിട്ട് പൂക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൂരെ നിന്നൊക്കെ കാണും.